ദിവസങ്ങൾക്ക് ഒരു വേനൽ മഴ പെയ്തു തലസ്ഥാനത്ത്. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു മഴ തന്നെയാണ് പെയ്തത്. അതും ഇടിമിന്നലോട് കൂടിയ ഒരു മഴയാണ് തലസ്ഥാനത്ത് പെയ്യുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, മഴ മാത്രമല്ല, മണിക്കൂറിൽ ശക്തമായ കാറ്റിനുമൊക്കെ സാധ്യത പ്രവചിക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഇടിയോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഗോകുലുണ്ട്. ഗോകുൽ, ഈ മഴ എത്തി, അതും വലിയൊരു ആശ്വാസം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചെറിയൊരു കുളിര് കോരുന്ന ഒരു മഴ പെയ്തു. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാവും മഴ? അടുത്ത 3 മണിക്കൂറിൽ ശക്തമാകുമോ? എങ്ങനെയൊക്കെയാണ്? സേതു, ഞാനിപ്പോൾ നിൽക്കുന്നത് SS കോവിൽ റോഡിലാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന റോഡൊക്കെ തന്നെ വലിയ രീതിയിൽ മുങ്ങുന്ന തരത്തിലേക്കുള്ള മഴ ഇത്തവണ പെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ അന്തരീക്ഷമൊക്കെ തന്നെ മേഘത്താൽ മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇടിയോടുകൂടിയുള്ള വലിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ വേനൽക്കാലത്തെ ഏറ്റവും വലിയ മഴയാണിത്. കാരണം കഴിഞ്ഞ 2 തവണ പെയ്ത മഴയെക്കാട്ടിൽ കൂടുതൽ പെയ്ത്ത് കിട്ടിയ ഒരു മഴ കൂടിയാണ്. പല റോഡുകളുമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ 3-4 മാസമായിട്ട് വലിയ വേനലുണ്ടായിരുന്ന സമയത്ത് അതിന് ഒരു ഒരു കുളിർമ എന്നുള്ള തരത്തിലൊരു മഴ പെയ്തു. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ തന്നെ വെള്ളപ്പെയ്ത്ത് ഉണ്ടായിട്ടുണ്ട്. ശരി ഗോകുൽ.